അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ കാർ അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം നഷ്ടമായി മാട്ടുക്കട്ട കുരിപ്പറമ്പിൽ ജയരാജിന്റെ വീടിന്റെ മുകളിലൂടെ സമീപത്തെ പറമ്പിലാണ് കാർ പതിച്ചത്. വീടിന് കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ല. ഇന്നലെ രാത്രി 11:30-യോടെയാണ് അപകടം നടന്നത്. ഇന്നലെ രാത്രിയിലാണ് അപകടം നടന്നത്. ഉറക്കത്തിലായിരുന്ന ജയരാജ് വലിയ ശബ്ദം കേട്ടാണ് ഉണർന്നത്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. തിരിച്ചു കയറി പോകാൻ തുടങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത പുരയിടത്തിൽ നിന്ന് 2 യുവാക്കൾ നടന്നു പോകുന്നത് കണ്ടത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് തനിക്ക് ലഭിച്ച മഹാഭാഗ്യം തിരിച്ചറിയുന്നത്. കട്ടപ്പന ഭാഗത്തു നിന്നും വന്ന ആൾട്ടോ കാർ വീടിന് മുകളിലൂടെ പറന്ന് കിണറിന്റെ മൂടിയും പേരയും മാവും തകർത്ത് ജയരാജിന്റെ വീടിന് സമീപത്തുള്ള പുരയിടത്തിൽ കാപ്പിയിലിടിച്ചു നിൽക്കുന്നത് കണ്ടത്. സിനിമയിൽ മാത്രം കാണുന്ന രംഗം പോലെയാണ് ഇത്. കാറിൽ ഉണ്ടായിരുന്നത് 2 യുവാക്കൾ മാത്രമാണ്. വാഹനം തോണിത്തറി സ്വദേശിയുടേതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാറിലുണ്ടായിരുന്ന യുവാക്കൾക്ക് പരിക്കുകളൊന്നുമില്ല. സൗണ്ട് കേട്ടോണ്ട് എണീറ്റ് വരുന്നത് താഴെ അവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങോട്ട് കയറി പോകുന്നു. ആരായിരുന്നു? ഭാര്യയും ഭർത്താവായിരുന്നു? അല്ല, ഒരു 2 ചെറുപ്പക്കാരായിരുന്നു. തോണിത്തടിക്കാരാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. തോണിത്തടിയിലുള്ളതെന്നാണ് പറഞ്ഞത്. കാറുകാരൻ അത് വീണതിൽ ഭാഗ്യത്തിന് വീടിൻ്റെ പടുതായും നമ്മുടെ ഒരു കാപ്പി ഇതെല്ലാം തകർത്ത് വലിച്ചു കെട്ടിയിട്ടുള്ള വല നെറ്റുമെല്ലാം തകർത്താൽ എല്ലാം കൂടെ നമുക്കൊരു 10,000 രൂപ നഷ്ടം വന്നുള്ളൂ. അല്ല നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല അതിനകത്ത്. നമ്മൾ പെരയെ തെറ്റിക്കഴിഞ്ഞാൽ പെരയും വീഴും, നമ്മളും പോകും. നമ്മുടെ സമയവും ക്ലിയർ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ പേര് ജയരാജ്. വീട്ടുപേരന ജയരാജും കുടുംബവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വീടിനെ തൊടാതെ പറന്നാണ് കാർ കൃഷിയിടത്തിൽ പതിച്ചത്. കാർ മറിയാതെ നേരെ തന്നെയാണ് ഇടിച്ചു നിന്നത്. കാറിന്റെ ടയറുകൾ മണ്ണിൽ പൊതിഞ്ഞതും കാപ്പി ഇടിച്ചതും കാരണമാണ് കാർ നിൽക്കാനിടയായത്. കാണുന്നവർക്ക് അത്ഭുതമുളവാക്കുന്ന രീതിയിലാണ് അപകടം നടന്നത്. ഉപ്പുതറ പോലീസ് എത്തി പരിശോധന നടത്തി. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.